ഫ്രണ്ട്സ്, ഞാൻ ഉമേഷ്. ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു JBL ഹോം തിയേറ്റർ സിസ്റ്റമാണ്. ഇത് ആക്ച്വലി വർക്ക് ചെയ്യാതെ വന്നതാണ്. അതിൻ്റെ കംപ്ലൈൻറ്റുകളും അതിലെന്തൊക്കെ ഞാൻ ചെയ്തു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതതിനകത്തുള്ള ബൂഫറ നല്ല വലിയ ടൈപ്പാണ്, നല്ല പവർഫുള്ളാണ്. JBL. ഓക്കെ ഫ്രണ്ട്സ്, ഇതിനകത്ത് വരുന്ന സിസ്റ്റം ബാക്ക് പാനൽ ഇങ്ങനെയാണ്. പുറകിൽ 4 ചെറിയ ഔട്ട് സ്പീക്കർ സാറ്റലൈറ്റ് കൊടുക്കാനുള്ളതും ഇൻപുട്ടും ഓട്ടോ ലെവലും അതിൻ്റെ സ്റ്റാൻഡ് ബൈ, പിന്നെ സബ്വൂഫറിൻ്റെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനുള്ളതും ഇത്രയും ആണ് ബാക്ക് പാനലിൽ വരുന്നത്. ഇതിൻ്റെ മോഡല് കാണാൻ കഴിയും. JBL SUB 140/230. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇതാണ്. ഇതിൻ്റെ സ്റ്റാൻഡ് ബൈയും ഗ്രീൻ ലൈറ്റും ഇവിടെ കാണാൻ കഴിയും. ഗ്രീൻ ആണെങ്കിൽ ഇത് ഓണാണ്, റെഡ് ആണെങ്കിൽ സ്റ്റാൻഡ് ബൈ ആണ് എന്നാണ് ഈ ഇൻഡിക്കേഷൻ. ഇത് ലൈറ്റൊന്നും കത്തത്തില്ല, പ്രത്യേകിച്ച് ഒന്നും ഫങ്ഷൻ ചെയ്യത്തില്ല. ആ ഒരു കണ്ടീഷനിലാണ് കിട്ടിയത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് കാണിക്കാം. ഇതിന് കരുത്ത് നൽകുന്ന ട്രാൻസ്ഫോമറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ സ്റ്റാൻഡ് ബൈ എല്ലാം വർക്ക് ചെയ്യിപ്പിക്കുന്ന, ട്രാൻസ്ഫോമറിനെ ഓൺ ചെയ്യിപ്പിക്കുന്ന SMPS സർക്യൂട്ടാണ് കാണുന്നത്. ഇത് 6 വോൾട്ട് നെഗറ്റീവ്, 6 വോൾട്ട് പോസിറ്റീവ്, അങ്ങനെ ഡ്യുവൽ സപ്ലൈ ആണ് ഈ കാണുന്ന SMPSൽ നിന്ന് വരുന്നത്. ഓക്കെ, ഇതിന് കരുത്ത് നൽകുന്ന പവർ ആംപ്ലിഫയർ സ്റ്റേജാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രീ ആംപ്ലിഫയർ സെക്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ പ്രശ്നം ഉണ്ടായിരുന്ന ഭാഗങ്ങൾ, ഇതിനകത്ത് വരുന്ന ഒരു കപ്പാസിറ്റർ കേടായിരുന്നു. അതായത് ഈ പവർ സപ്ലൈക്കകത്ത് വരുന്ന ഈ ഭാഗത്തായിട്ട്. ഓക്കെ, പിന്നെയുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ റിലേ സ്വിച്ച് ഓൺ ചെയ്യിപ്പിക്കുന്ന ഭാഗത്തുള്ള, അത് കാണിക്കാം, ഒരു PNP ട്രാൻസിസ്റ്ററാണിത് ഇവിടെ വരുന്നത്. ഇത് പുതിയത് മാറ്റിയായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ ഇത് പവർ വർക്ക് ചെയ്യുന്നുണ്ടോ ജസ്റ്റ് നമുക്ക് നോക്കാം. പവർ ബട്ടൺ ഓൺ ചെയ്യുമ്പോഴാണ് ഗ്രീൻ ലൈറ്റ് കത്തിയതായിട്ട് കാണാൻ കഴിയും. സൗണ്ട് ടെസ്റ്റിംഗ്. ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ഇത് സാധാ ഓഫറിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, സാധാരണ ഹോം തിയേറ്ററുകളൊക്കെ നോക്കുമ്പോൾ പുറകുവശം ഇങ്ങനെ തന്നെ ഉണ്ടാവും, അടുത്ത് അതിൻ്റെ പുറകിൽ അടച്ചാൽ മതിയാവും. പക്ഷേ JBLനെ സംബന്ധിച്ച് അവരൊരു പ്രൊട്ടക്ഷൻ, ഈ കമ്പോണൻറ്റുകളൊന്നും ഈ കമ്പനം, അതായത് ഇതിൻ്റെ വൈബ്രേഷൻ വിഷയം വരാതിരിക്കാൻ വേണ്ടി അവരൊരു പ്ലാസ്റ്റിക് ഷീൽഡ്, ഒരു ബോക്സ് കൂടി ഇതിൻ്റെ പുറകിൽ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിങ്ങനെ അടച്ചതിന് ശേഷം ഇവിടെ സ്ക്രൂ ചെയ്ത് ഇവിടെ ഈ സബ്വൂഫറിൻ്റെ കണക്ഷൻ മാത്രമാണ് പുറത്ത് വരുന്നത്. ആ രീതിയിലാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. ആ ബ്രാൻഡഡിൻ്റെ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എടുത്തു കഴിഞ്ഞു.